ഉപരാഷ്ട്രപതിയുടെ Z+ സുരക്ഷാ ചുമതല CRPFന് നൽകുന്നു. സംയുക്ത സുരക്ഷാ അവലോകന യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. ബൽറാം നെടുങ്ങാടി മറ്റു വിവരങ്ങളുമായി ചേരും. ബൽറാം, ഗുഡ് മോർണിംഗ്. പുതിയൊരു സാഹചര്യമാണല്ലോ. ഈ CRPFനെ ഇത് ഏൽപ്പിക്കാനുള്ള കാരണം എന്തായിരിക്കും? വെരി ഗുഡ് മോർണിംഗ് SKN. സെപ്റ്റംബർ 9 ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഒരു ഉന്നതതല സുരക്ഷാ അവലോകന യോഗം കഴിഞ്ഞ ദിവസം ചേർന്നത്. ഈ യോഗത്തിലാണ് ഉപരാഷ്ട്രപതിയുടെ സുരക്ഷാ ചുമതല, അത് Z+ സുരക്ഷാ ചുമതലയാണ് ഉപരാഷ്ട്രപതിക്കുള്ളത്. നിലവിൽ ഇപ്പോൾ ഡൽഹി പോലീസാണ് ആ ചുമതല വഹിക്കുന്നത്. അത് CRPFനെ ഏൽപ്പിക്കാനുള്ള ഒരു തീരുമാനമാണ് ഈ ഉന്നതതല അവലോകന യോഗത്തിൽ എടുത്തിരിക്കുന്നത്. ഈ യോഗത്തിൽ ഡൽഹി പോലീസ് തന്നെയാണ് ഇത്തരത്തിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് എന്നാണ് ലഭ്യമാകുന്ന സൂചന. നിലവിൽ ഇപ്പോൾ ഉപരാഷ്ട്രപതി അടക്കം ഉള്ളവർക്ക് നേരെ ഉയർന്നു വരുന്ന ഭീഷണികൾ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ Z+ സുരക്ഷയിൽ 50ഓളം സുരക്ഷാ ഉദ്യോഗസ്ഥർ, അത് 3 അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ നേതൃത്വത്തിലുള്ള 50 അംഗ സംഘമായിരിക്കും 3 ഷിഫ്റ്റുകളിലായി ചുമതല നിർവഹിക്കുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക ഉത്തരവ് അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തുടർന്ന് ഉപരാഷ്ട്രപതി എൻക്ലേവിനകത്തുള്ള സുരക്ഷാ ചുമതല CRPF കമാൻഡോകൾക്കായിരിക്കും. അതേസമയം മറ്റ് ചുമതലകൾ, ഈ കവാടത്തിലേക്കുള്ള പ്രവേശനം, വാഹന പരിശോധന അടക്കമുള്ള ചുമതലകൾ ഡൽഹി പോലീസ് തന്നെ തുടർന്നും നിർവഹിക്കാനാണ് തീരുമാനം ആയിരിക്കുന്നത്. നിലവിൽ Z+ സുരക്ഷ രാജ്യത്ത് തന്നെ നൽകുന്നതിൽ അതീവ സുരക്ഷാ വിഭാഗത്തിലാണ് Z+ ഉൾപ്പെട്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി അടക്കമുള്ളവർക്ക് നൽകുന്ന സുരക്ഷയാണ്. ഉപരാഷ്ട്രപതിയുടെ സുരക്ഷയും കേന്ദ്ര സേനയെ തന്നെ ഏൽപ്പിക്കാനുള്ള ഒരു തീരുമാനമാണ് ഈ ഉന്നതതല സുരക്ഷാ അവലോകന യോഗത്തിൽ എടുത്തിരിക്കുന്നത്. SKN.